നമസ്കാരം. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ട്രംപ് പുടിൻ നിർണായക കൂടിക്കാഴ്ചയെ. ലോകക്രമത്തെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള കൂടിക്കാഴ്ചയായിട്ടാണ് വിദഗ്ധർ ഇതിനെ നോക്കിക്കാണുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചയാണ് അമേരിക്കയിലെ കിഴക്കൻ സംസ്ഥാനമായ അലാസ്കയിൽ വെച്ച് നടക്കുന്നത്. എന്നാൽ ഇന്ത്യയും ചർച്ചയിലെ പ്രധാന വിഷയമാകും എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ട്രംപും പുടിനും നേർക്ക് നേരെത്തുമ്പോൾ ഇന്ത്യയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഈ ഒരു നീക്കങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും വെള്ളിയാഴ്ച അലാസ്കയിൽ നടക്കുന്ന കൂടിക്കാഴ്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് യുഎസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ 50% തീരുവയാണ് യുഎസ് ചുമത്തുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് 25% അടിസ്ഥാന തീരുവയും റഷ്യയുമായുള്ള ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന് അധികമായി 25% തീരുവയും ചുമത്തിയിട്ടുണ്ട്. ഈ 25% അധിക തീരുവ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തിയത്. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിൽ അവസാനിച്ചില്ല എങ്കിൽ ഉപരോധമോ അല്ലെങ്കിൽ തീരുവയോ ഉയരും. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബ്ലെസന്റ് ബ്ലൂംബർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത്. വെള്ളിയാഴ്ചത്തെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ ഫലം അനുസരിച്ച് റഷ്യക്കെതിരായ ഉപരോധങ്ങൾ കടുപ്പിക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യാമെന്നും ബെസന്റ് സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ എണ്ണ ലഭിക്കുന്നു എന്നതാണ് റഷ്യയെ ആശ്രയിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. എന്നാൽ റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്ന് ട്രംപ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിക്കാൻ ഇന്ത്യ ഇതുവരെയും തയ്യാറായിട്ടില്ല. റഷ്യൻ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന് ചുമത്തിയ 25% ദ്വിതീയ തീരുവ ഓഗസ്റ്റ് 27-നാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇനി 21 ദിവസമാണ് ശേഷിക്കുന്നത്. ഈ ദിവസങ്ങൾക്കുള്ളിൽ ഇരു രാജ്യങ്ങൾക്കും ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാനുള്ള സമയം ലഭിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. യുക്രൈൻ യുദ്ധത്തിന് മുൻപ് റഷ്യയിൽ നിന്നും വളരെ കുറഞ്ഞ അളവിൽ എണ്ണ മാത്രമായിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. എന്നാൽ യുഎസും യൂറോപ്യൻ യൂണിയനും അടക്കം റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ വിപണി കണ്ടെത്താൻ തങ്ങളുടെ എണ്ണ റഷ്യയ്ക്ക് കുറച്ച് വിൽക്കേണ്ടി വന്നു. ഇത് ഇന്ത്യ പ്രയോജനപ്പെടുത്തുകയായിരുന്നു. അതിനിടെ യൂറോപ്യൻ യൂണിയനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് ദ്വിതീയ തീരുവ ചുമത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വിഷയത്തിൽ ട്രംപ് എങ്ങനെ പെരുമാറണമെന്ന് ഉപദേശിക്കരുത് എന്നായിരുന്നു ബെസന്റിന്റെ പ്രതികരണം. കൂടിക്കാഴ്ചയുടെ ഫലം എന്തുതന്നെയായാലും കർശനമായ നടപടികൾക്ക് യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ പ്രധാനമാണെന്ന് ബെസന്റ് ഊന്നി പറയുന്നുണ്ട്. എന്നാലും ഈ ഉപരോധങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളോടൊപ്പം ചേരേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം യുക്രൈനെതിരായ യുദ്ധം റഷ്യ അവസാനിപ്പിച്ചില്ല എങ്കിൽ കടുത്ത ആഘാതം റഷ്യയ്ക്ക് ഉണ്ടാകുമെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നടത്തിയ വെർച്വൽ യോഗത്തിന് ശേഷമാണ് അമേരിക്ക ഈ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. യോഗത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന്റെ സെലൻസ്കിയും പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യം വേണ്ടത് റഷ്യ യുക്രൈൻ വെടിനിർത്തലാണെന്നും സമാധാന കരാർ പിന്നീട് മതിയെന്നുമൊക്കെയായിരുന്നു സെലൻസ്കി പറഞ്ഞത്. സെലൻസ്കിയുടെ ഈ ഒരു നിലപാടിനെ യൂറോപ്യൻ നേതാക്കളും പിന്തുണച്ചിട്ടുണ്ട്. എന്തായാലും ഭൂരിപക്ഷവും പ്രതീക്ഷിക്കുന്ന മറുപടി പുടിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ, അതോ ട്രംപിനെ പൊട്ടനാക്കി പുടിൻ പുതിയ അടവെടുക്കുമോ എന്നൊക്കെ ശ്രദ്ധയോടെ തന്നെ കാണാം.